ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ EVSൻ്റെ തേർഡ് സ്റ്റാൻഡേർഡിലെ EVSൻ്റെ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പം ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഈ ചാനലിൽ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾ ഒരുപാട് പേര് കാണുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഓർക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, പ്രധാനമായിട്ടും ഫുഡ് കഴിക്കുന്ന രീതി വെച്ചിട്ട് മൂന്നായിട്ട് നമ്മൾ ആനിമൽസിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് ഹെർബിവോർസ് ആണ്. ഹെർബിവോർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാന്റ്സ് മാത്രം കഴിക്കുന്ന, പ്ലാന്റ് പാർട്സ് മാത്രം കഴിക്കുന്നതിനെയാണ് നമ്മൾ ഹെർബിവോർസ് എന്ന് പറയുന്നത്. ഇനി കാർണിവോർസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതായത് മീറ്റ്, മാംസം മാത്രം കഴിക്കുന്നവയാണ് നമ്മൾ കാർണിവോർസ് എന്ന് പറയുന്നത്. എന്നാൽ ഇത് രണ്ടും കഴിക്കുന്നവയെ നമ്മൾ എന്താ പറയുന്നത്? പ്ലാന്റ്സും അതുപോലെ തന്നെ മീറ്റും കഴിക്കുന്നവയെ നമ്മൾ എന്താ പറയുന്നത്? ഒംനിവോർസ് എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും കാർണിവോർസ്, ഒംനിവോർസ്, ഹെർബിവോർസ് ഇതിന് സെപ്പറേറ്റ് കളർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ, കാർണിവോർസ് ആണെങ്കിൽ അതിനൊരു യെല്ലോ കളർ കൊടുക്കാം, ഒംനിവോർസ് ആണെങ്കിൽ ഗ്രീൻ കളർ, ഹെർബിവോർസിനാണെങ്കിൽ റെഡ് കളർ കൊടുക്കാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഇതിൽ കാർണിവോർസിനെയൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. കാർണിവോർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മീറ്റ് മാത്രം കഴിക്കുന്നവയാണ് കാർണിവോർസ് എന്ന് പറയുന്നത്. മാംസം മാത്രം കഴിക്കുന്നവയാണ് കാർണിവോർസ്. ഇതിൽ ഏതൊക്കെയാണ് മാംസം മാത്രം കഴിക്കുന്ന ജീവികൾ? ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു. നോക്കിക്കേ, ടൈഗർ ഒരു എക്സാമ്പിളാണ് അല്ലേ. ടൈഗർ മാംസം മാത്രം, മീറ്റ് മാത്രം കഴിക്കുന്നവയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഫ്രോഗ് എന്താണ്? അതും ഇൻസെക്റ്റ്, അതുപോലെ ചെറിയ ഫിഷ് ഇതിനെയൊക്കെയാണ് കഴിക്കുന്നത്. സ്നെയിൽ ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ ഫ്രോഗും ടൈഗറും നമുക്കിതിൽ മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്ത് നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? അടുത്തത് ഒംനിവോർസ് ഏതൊക്കെയാണ്? ഒംനിവോർസ് എന്ന് പറഞ്ഞാൽ ബോത്ത് പ്ലാന്റ്സ് ആൻഡ് മീറ്റ്, പ്ലാന്റ്സും മീറ്റും കഴിക്കുന്നവയാണ് ഒംനിവോർസ് എന്ന് പറയുന്നത്. അതേതൊക്കെയാണ് ഒംനിവോർസ് എന്ന് പറയുന്നത്? അതായത് പ്ലാന്റും കഴിക്കും മീറ്റും കഴിക്കും. അതേതാണ്? ഇതിൽ നോക്കിക്കേ, നമ്മൾ പറഞ്ഞു ഹെന്ന് ഗ്രെയിൻസ് കഴിക്കുക, അതുപോലെ വോംസ്, പുഴുക്കൾ, അതിനെയൊക്കെ ഹെൻ കഴിക്കും അല്ലേ. അപ്പോൾ അത് അങ്ങനെയാണ്. പിന്നെ ഏതാണ് വരുന്നത്? റാറ്റ്, എലി, നമുക്കറിയാം എലി, അതുപോലെ ലിസാർഡ്, പല്ലി, ഇതൊക്കെ ഒംനിവോർസിൽ വരുന്നതാണ്. അടുത്തത് വരുന്നത് ഹെർബിവോർസ്. ഹെർബിവോർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാന്റ്സ് മാത്രം കഴിക്കുന്നവയാണ് ഹെർബിവോർസ്. അത് നമുക്ക് എളുപ്പമാണല്ലേ. ഇതിൽ കൗ ഉണ്ട്, ഡിയർ, അതുപോലെ തന്നെ ഹണി ബി, നമുക്കറിയാം അത് നെക്ടർ അല്ലേ. ഫ്ലവേഴ്സിൽ നിന്നുള്ള നെക്ടർ മാത്രമാണ്, അത് ഹണിയാണ് കളക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബഫലോ വരും, പിന്നെ അതുപോലെ തന്നെ ബട്ടർഫ്ലൈ നമുക്ക് ഈ കൂട്ടത്തിൽ കൂട്ടാം. ഇനി നമുക്കിവിടെ ഒരു ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. കംപ്ലീറ്റ് ദ ലിസ്റ്റ് ബൈ ആഡിങ് മോർ നെയിംസ് ഓഫ് ആനിമൽസ്. കൂടുതൽ ആനിമൽസിൻ്റെ പേര് ആഡ് ചെയ്ത് ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഹെർബിവോർസിൽ ഏതൊക്കെയാണ് വരുന്നത്? ഏതൊക്കെ ആനിമൽസ് വരും? ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഏതാ? കൗ വരും അല്ലേ. കൗ വരും. പിന്നെ എന്തൊക്കെയാണ് വരുന്നത്? ഹെർബിവോർസ്, സസ്യാഹാരികൾ, സസ്യം മാത്രം കഴിക്കുന്നവയാണ് ഹെർബിവോർസ് എന്ന് പറയുന്നത്. അതിലേതൊക്കെ വരും? പിന്നെ വരുന്ന എന്താ? ഗോട്ട് വരും അല്ലേ. ആട്, നമുക്കിവിടെ ഗോട്ട് എഴുതാം അല്ലേ, GOAT, ഗോട്ട് വരും. പിന്നെ ഏതാണ് വരുന്നത്? പിന്നെ നമുക്ക് റാബിറ്റ് വരും അല്ലേ. മുയൽ എന്താണ്? സസ്യം, പ്ലാന്റ്സ് മാത്രം കഴിക്കുന്നവയാണ്. പിന്നെ ഏതാണ് വരുന്നത്? നമുക്ക് കൗ ആയി, ഗോട്ട്, റാബിറ്റ്, പിന്നെ ഏതാ വരുന്നത്? ജിറാഫ് വരും അല്ലേ. ജിറാഫ് എന്താണ് കഴിക്കുന്നത്? ജിറാഫും പ്ലാന്റ്സ് മാത്രമാണ് കഴിക്കുന്നത്. അതുപോലെ എലിഫൻ്റ് എന്താ കഴിക്കുന്നത്? എലിഫൻറ്റും ഒരു ഹെർബിവോറാണ്, പ്ലാന്റ്സ് മാത്രം കഴിക്കുന്നവയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ബാക്കി ആനിമൽസിനെയും കൂടെ ഈ ലിസ്റ്റിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് എഴുതാം. പിന്നെ ഇനി അടുത്തത് വരുന്നതാണ് കാർണിവോർസ്. കാർണിവോർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മീറ്റ് മാത്രം കഴിക്കുന്നവയാണ് നമ്മൾ കാർണിവോർസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ഒരെണ്ണം ലയൺ ആണ്. വേറെ ഏതൊക്കെ ആനിമൽസ് നമുക്ക് എഴുതാൻ പറ്റും? പിന്നെന്താണ്? മീറ്റ് മാത്രം കഴിക്കുന്ന ഏതൊക്കെയാണ് പിന്നെ വരുന്നത്? ലയൺ വരും, ടൈഗർ വരും അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ കഴിഞ്ഞ ഇതിൽ കുറേ ആനിമൽസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു.
നമ്മൾ എഴുതിയിരുന്നു അല്ലേ? കുറേ ആനിമൽസ്, നമ്മൾ കുറേ ക്രീച്ചേഴ്സ് എഴുതി, അതിൻ്റെ ഫുഡ് നമ്മൾ എഴുതി, ഡിഫറെൻറ്റ് ഓർഗാനിസംസ് ആൻഡ് ദർ ഫുഡ് എന്ന് പറഞ്ഞ് എഴുതി. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഏതൊക്കെ ആഹാരം ഏതൊക്കെ ജീവികളാണ് കഴിക്കുന്നതെന്നുള്ളത് അല്ലേ? അതിൽ നമ്മൾ ഏതൊക്കെയാണ് അപ്പോൾ പറഞ്ഞത്? ഈഗിളിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ? ഈഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പരുന്ത്. പരുന്ത് എന്താ കഴിക്കുന്നത്? മീറ്റാണല്ലേ? അതുകൊണ്ട് ഈഗിൾ ഒരു കാർണിവോറാണ്. പിന്നെ ഏത് വരും? നമ്മളിപ്പോൾ ടൈഗർ പറഞ്ഞു, ലയൺ പറഞ്ഞു, ഈഗിൾ പറഞ്ഞു. പിന്നെ ഏതാണ് വരുന്നത്? പിന്നെ ഫോക്സ് വരും അല്ലേ? കുറുക്കൻ അല്ലേ? ഫോക്സ് എന്താണ് കഴിക്കുന്നത്? മാംസം, മീറ്റാണ് ഫോക്സ് കഴിക്കുന്നത്. പിന്നെ ഏത് വരും? പിന്നെ അതുപോലെ നമുക്ക് ക്രോക്കഡൈൽ എഴുതാം അല്ലേ? മുതല എന്താണ് കഴിക്കുന്നത്? മീറ്റാണ് കഴിക്കുന്നത്. പിന്നെ നമുക്കപ്പം ഇത്രയും ആനിമൽസിൻ്റെ ലിസ്റ്റ് ഒന്ന് എഴുതാം. അപ്പോൾ അത് നമ്മൾ എഴുതി. ഇനി അടുത്തത് എന്താണ്? ഒംനിവോസ്. ഒംനിവോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോത്ത് പ്ലാന്റ്സ് ആൻഡ് മീറ്റ്. അതായത് പ്ലാന്റ്സും മീറ്റും കഴിക്കുന്നവയാണ് നമ്മൾ ഒംനിവോസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ എന്താണ്? ഒരെണ്ണം നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ക്രോ. കാക്ക അല്ലേ? കാക്ക എന്താണ്? ഒരു ഒംനിവോറാണ്. പിന്നെന്താണ്? പിന്നെ നമ്മൾ നേരത്തെ പിക്ചറിൽ കണ്ടു ഹെൻ ഉണ്ടല്ലേ? ഇപ്പോൾ ക്രോ, നമ്മൾ ഹെൻ പറഞ്ഞു. പിന്നെ ഏതാണ് വരുന്നത്? പിന്നെ നമ്മൾ തന്നെ ഹ്യൂമൻ, മനുഷ്യരെങ്ങനെയാണ്? നമ്മൾ പ്ലാന്റ്സും കഴിക്കും മീറ്റും കഴിക്കും അല്ലേ? അപ്പം നമുക്ക് ഹ്യൂമൻ, നമ്മളെ ഒരു എക്സാമ്പിളായിട്ട് നമുക്കതിൽ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ അത് ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ട്. ഹെൻ, ഹ്യൂമൻ, അതുപോലെ പാരറ്റ്, തത്ത. മിക്ക ബേർഡ്സും നമുക്ക് ചില ബേർഡ്സ് എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ക്രോയുടെ കാര്യം പറഞ്ഞു, പാരറ്റ്, ഇതൊക്കെ എന്താണ്? അതുപോലെ ഡക്ക്, ഇതൊക്കെ എന്താണ്? ബോത്ത് മീറ്റ് ആൻഡ് പ്ലാന്റ്സ്. അതായത് പ്ലാന്റ്സും കഴിക്കും മീറ്റും കഴിക്കുന്നവയാണ് ഇവയൊക്കെ. അപ്പോൾ ഇവിടെ താഴെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ഈസ് ദർ എനി കണക്ഷൻ ബിറ്റ്വീൻ ദ ബോഡി ഫീച്ചേഴ്സ് ഓഫ് ക്രീച്ചേഴ്സ് ആൻഡ് ദർ ഫുഡ് ഹാബിറ്റ്സ്? അതായത് ഈ ജീവികളുടെയൊക്കെ ബോഡി ഫീച്ചേഴ്സ്, ശരീരഘടനയും അതിൻ്റെ ഫുഡ് ഹാബിറ്റ്സ്, ആഹാരശൈലിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്ക് നോക്കാം. നെക്സ്റ്റ് പേജിലേക്ക് വന്നേ. ഇവിടെ കുറച്ച് ജീവികളുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഡക്കാണ്, പിന്നെ ഒരെണ്ണം ഈഗിള്, പിന്നെ ഫ്രോഗ്, ലയൺ. അപ്പം ഇതിനെ ആ ക്വസ്റ്റ്യൻ കൊടുത്തേക്കുന്നത് എന്താ? വിച്ച് ബോഡി പാർട്സ് ഓഫ് ദ ക്രീച്ചേഴ്സ് ഹെൽപ്പ് ദം ടു ക്യാച്ച് ദെയർ പ്രേ ആൻഡ് ഈറ്റ് ഇറ്റ്? അപ്പം ഏത് ബോഡി പാർട്സാണ് ഇവരെ അവരുടെ ഇരയെ പിടിക്കാൻ, അല്ല അതിൻ്റെ പ്രേ ക്യാച്ച് ചെയ്യാൻ, അതിന് ഫുഡ് നമ്മൾ പറഞ്ഞല്ലോ മറ്റ് ജീവികളെ ആശ്രയിക്കുന്നവയുണ്ടല്ലേ ആഹാരത്തിനായിട്ട്. അപ്പം അങ്ങനെ അതിൻ്റെ ഇരയെ പിടിക്കാനായിട്ട് അതിനെ സഹായിക്കുന്ന ഏത് ബോഡി പാർട്ടാണെന്ന് നമ്മളോടിവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് എഴുതാം. ഫസ്റ്റ് ഡക്ക്, താറാവ്. താറാവിന് എന്താണ് സഹായിക്കുന്നത്? എന്തൊക്കെയാണ് സഹായിക്കുന്നത്? അതെന്താണ് പിടിക്കുന്നത്? മീനെയാണല്ലേ കഴിക്കുന്നത്. അപ്പോൾ അതിന് അങ്ങനെ പിടിക്കണം, മീനെ അതിന് ക്യാച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിപ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെങ്ങനെയുള്ളതാണ്? ഫ്ലാറ്റ് ആയിട്ടുള്ള ലിപ്സാണ് അതിൻ്റെ ഉള്ളത്. ഇനി അതിന് വെള്ളത്തിലൂടെ പോകുമ്പോഴാണല്ലേ അതിന് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഇതിനെയൊക്കെ ഫിഷിനെയൊക്കെ പിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ വെള്ളത്തിൽ എളുപ്പം മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫെതേഴ്സിന് അതിൻ്റെ ഫെതേഴ്സ് എന്ന് പറയുന്നത് എണ്ണമയമുള്ള ഫെതേഴ്സാണ് അതിന് ഉള്ളത്. ഇനി അതുപോലെ സ്വിമ്മിങ്ങിന്, നീന്തണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ നിങ്ങൾ കാല് ശ്രദ്ധിച്ചിട്ടുണ്ടോ? താറാവിൻ്റെ കാലൊരു പ്രത്യേക രീതിയിലാണല്ലേ ഉള്ളത്. ഒരു ഇച്ചിരി ഫ്ലാറ്റായിട്ട് ആ ഒരു ഷേപ്പിലാണുള്ളത് അല്ലേ? അപ്പോൾ അതിൻ്റെ കാലുകൾ അതിനെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ പാർട്സാണ് അതിനെ സഹായിക്കുന്നത്? അതിൻ്റെ ലിപ്സ് ഉണ്ട്, ഫെതേഴ്സ്, ലെഗ്സ്, ഇതൊക്കെ ഡക്കിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കവിടെ എഴുതാം. അപ്പോൾ അത് നമ്മൾ എഴുതി. അടുത്ത എന്താണ്? ഈഗിളിൻ്റെ എന്താണ് സഹായിക്കുന്നത്? ഈഗിൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അത് വളരെ ഉയരത്തിൽ പറക്കുന്നതാണല്ലേ, വളരെ ഹൈറ്റിൽ പറക്കുന്നതാണ്. അപ്പോൾ അതിന് അത്രയും ഹൈറ്റിൽ പറക്കുമ്പോഴാണ് താഴെ അതിൻ്റെ ഇരയെ അതിന് കാണുകയും അത് പിടിക്കുകയും ചെയ്യുന്നത്. അപ്പം അത്രയും കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാഴ്ചശക്തി എങ്ങനെയായിരിക്കും? നല്ല കാഴ്ചശക്തി ആയിരിക്കും അല്ലേ? അപ്പോൾ അതിൻ്റെ ഐസൈറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇനി അത് പറന്നു വന്ന് അത്രയും ഉയരത്തിൽ പറന്നു വന്ന് താഴെ കാണുന്ന ആ ഇരയെ അതിന് പിടിക്കണമെന്നുണ്ടെങ്കിൽ, അതിനെ ഹോൾഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെയും കൊണ്ട് പറന്നു പോകണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ നഖങ്ങൾ വളരെ സ്ട്രോങ് ആയിരിക്കണം അല്ലേ? അത് ഭയങ്കര ഷാർപ്പായിട്ടുള്ള നഖങ്ങൾ, ക്ലോസാണ് അതിന്
ഉള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര ഭാരമുള്ള ഒരു പ്രേ ആണെങ്കിൽ പോലും, ഇരയാണെങ്കിൽ പോലും അതിനെ പിടിച്ച് ഇങ്ങനെ അള്ളിയെടുത്ത് പറക്കാനുള്ള ശക്തി ആർക്കുണ്ട്? ഈഗിളിനുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലോസ് അങ്ങനെയാണല്ലേ, സ്ട്രോങ് ആണ്. അതുപോലെ അതിങ്ങനെ വളഞ്ഞതാണ്, അതിൻ്റെ നഖങ്ങളെന്ന് പറയുന്നത് വളഞ്ഞതാണ്, അതുപോലെ ഷാർപ്പുമാണ്. അപ്പോൾ അതിൻ്റെ ക്ലോസ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഐസൈറ്റ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് ഉയരത്തിൽ പറക്കണം എന്നുണ്ടെങ്കിൽ, ഇതിനൊക്കെ കൊണ്ട് പറക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ വിങ്സും നല്ല സ്ട്രോങ് ആയിരിക്കണം അല്ലേ. അപ്പോൾ വിങ്സും അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അതിനെ കഴിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബീക്ക് എങ്ങനെ ആയിരിക്കണം? അത് നല്ല സ്ട്രോങ് ആയിരിക്കണം, എങ്കിലേ പിടിച്ച ആ ജീവിയെ അതിന് കീറി ഇങ്ങനെ എടുത്ത് കഴിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ബീക്സും വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് ഈഗിളിനെ ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു, ഒന്ന് ഐസൈറ്റ് ആണ്, പിന്നെ അതിൻ്റെ ക്ലോസ്, അതുപോലെ വിങ്സ്, ബീക്ക്. അപ്പോൾ നമുക്കിത് എഴുതാം. അടുത്ത ഏത് ജീവിയാണ് കൊടുത്തിരിക്കുന്നത്? ഫ്രോഗ് അല്ലേ. ഫ്രോഗിൻ്റെ പ്രത്യേകത എന്താ? ഫ്രോഗ് എങ്ങനെയാണ്? ഇവിടെ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ നാക്ക് ഉപയോഗിച്ചാണ് അത് ഇരയെ പിടിക്കുന്നത് അല്ലേ. നാക്ക് കൊണ്ട് ഇരയെ പിടിക്കുന്നതാണ് ഫ്രോഗിൻ്റെ രീതി. അപ്പോൾ എന്താണ് അതിൻ്റെ നാക്കിൽ ഈ പ്രേ വന്നിരിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? എൻ്റെ നാക്ക് ഇങ്ങനെ ഇച്ചിരി ഒട്ടുന്ന വിധത്തിലുള്ളതാണ്. അതിൽ ഒട്ടലുണ്ട്, പശ പോലെ ഒരിതുണ്ട് എൻ്റെ നാക്കിൽ. അതുപോലെ തന്നെ നീളമുള്ള നാക്കാണ് ഫ്രോഗിനുള്ളത്. അപ്പോൾ എന്താണ് ഫ്രോഗിനെ ഹെൽപ്പ് ചെയ്യുന്നത്? ഏത് പാർട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അതിൻ്റെ ടങ്ക്. എങ്ങനെയുള്ള ടങ്കാണ്? സ്റ്റിക്കി ആയിട്ടുള്ള, നീളമുള്ള, ലോങ് ആയിട്ടുള്ള ടങ്കാണ് ഫ്രോഗിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്തതാണ് നമ്മുടെ ലയൺ. ലയൺ എങ്ങനെയാണ് അതിൻ്റെ പ്രേയെ പിടിക്കുന്നത്, അല്ലെങ്കിൽ ഇരയെ പിടിക്കുന്നത്, ക്യാച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? അത് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ടി വിയിലൊക്കെ അല്ലെ വീഡിയോകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. വളരെ ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യും? ഓടിയാണ് അത് പിടിക്കുന്നത്. അപ്പോൾ അതിന് ഭയങ്കര സ്പീഡിൽ ഓടാനുള്ള ഒരു കഴിവ് അതിനുണ്ട്. ഇനി എങ്ങനെയാണ് അതിൻ്റെ പല്ലുകൾ? ഇവിടെ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പല്ലുകൾ എങ്ങനെയാണ്? കടിച്ച് കീറാനായിട്ടുള്ള അത്രയും ഷാർപ്പായിട്ടുള്ള ടീത്താണ് അതിനുള്ളത്. ഇനി അതിൻ്റെ നഖങ്ങളും അതുപോലെ തന്നെയാണ് അല്ലേ ഉള്ളത്. പിന്നെ അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ആനിമലാണ്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ടീത്ത്, ഷാർപ്പ് ടീത്ത് ഉണ്ട്. അതുപോലെ അതിൻ്റെ നഖങ്ങൾ, ക്ലോസ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞത്? അതിൻ്റെ സ്പീഡല്ലേ, സ്പീഡിൽ ഓടാനുള്ള അതിൻ്റെ കഴിവും അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ എഴുതാം. ക്ലോസ്, ടീത്ത്, ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് എഴുതാം. അപ്പോൾ അത് നമ്മൾ എഴുതി. ബോഡി, അതിൻ്റെ ബോഡി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഷാർപ്പ്, ക്ലോസ് ആണ്, അതുപോലെ ടീത്തും ഷാർപ്പാണ് അതിന്, ലയണിന് ഉള്ളത്. ഈ കാര്യങ്ങളൊക്കെയാണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി അടുത്ത് നോക്കിക്കേ, കാർണിവോർ. കാർണിവോർസ് എങ്ങനെയാണ്? കാർണിവോർസ് യൂസ് ദെയർ ഷാർപ്പ് നെയിൽസ് ടു അറ്റാക്ക് ദെയർ പ്രേ. ദേ യൂസ് ദെയർ ഷാർപ്പ് പോയിൻറ്റഡ് ടീത്ത് ടു ബൈറ്റ് ആൻഡ് ടിയർ ദെയർ പ്രേ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, കാർണിവോർസ് എങ്ങനെയായിരിക്കും? കാർണിവോർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മീറ്റ് അല്ലെങ്കിൽ മറ്റ് ആനിമൽസിനെ കഴിക്കുന്നത്. അപ്പോൾ അവർക്ക് അതിനെ ക്യാച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ല ഷാർപ്പായിട്ടുള്ള നെയിൽസ് വേണം അല്ലേ. അപ്പോൾ അതിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് അവർ ഈ ഷാർപ്പ് നെയിൽസാണ് കാർണിവോർസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കാർണിവോർസിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? അതിന് ഷാർപ്പ് നെയിൽസ് ഉപയോഗിച്ചാണ് അവരതിൻ്റെ ഇരയെ അറ്റാക്ക് ചെയ്യുന്നത്. ഇനി അത് കൂടാതെ അവരുടെ ടീത്ത് എങ്ങനെയായിരിക്കും? ദേ യൂസ് ദ ഷാർപ്പ് പോയിൻറ്റഡ് ടീത്ത് ടു ബൈറ്റ് ആൻഡ് ടെയർ ദെയർ പ്രേ. അതായത് കടിച്ചു കീറാൻ എന്താ ഉപയോഗിക്കുന്നത്? അവരുടെ ഷാർപ്പ് ആൻഡ് പോയിൻറ്റഡ് ടീത്ത് അവ ഉപയോഗിക്കും. ഇനി അടുത്ത കാർണിവോർ ബേർഡ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നുണ്ടോ? കാർണിവോർ ബേർഡ്സ് ക്യാൻ പെക്ക് ആൻഡ് ഈറ്റ് ദെയർ പ്രേ വിത്ത് എ സ്ട്രോങ് ആൻഡ് ഷാർപ്പ് ബീക്സ്. അപ്പോൾ അതിൻ്റെ വളരെ ശക്തിയുള്ള ഷാർപ്പ് ബീക്സ് ഉപയോഗിച്ചുകൊണ്ട് അവയ്ക്ക് അവയുടെ ഇരയെ കൊത്തി തിന്നാനായിട്ട് കഴിയും. സ്ട്രോങ് ലെഗ്സ് ആൻഡ് ദ ഷാർപ്പ് ബെൻഡ് ക്ലോസ് ഹെൽപ്പ് ദം ഇൻ ഗ്യാതറിങ് ഫുഡ്. അതായത് അതിൻ്റെ കാലുകൾ വളരെ ശക്തിയുള്ളതാണ്, അതുപോലെ അതിൻ്റെ നഖങ്ങൾ കൂർത്ത വളഞ്ഞ നഖങ്ങളാണ്. അത് ഫുഡ് ഗ്യാദർ ചെയ്യാനായിട്ട് അവയെ സഹായിക്കും. നമ്മൾ പറഞ്ഞല്ലോ, ഈഗിൾ എങ്ങനെയാണ്? ദൂരെ നിന്ന് പറന്ന് അതിൻ്റെ വളരെ ഹൈറ്റിൽ നിന്ന് താഴെ, അതിൻ്റെ ഐസൈറ്റ് വളരെ വലുതാണല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിന് കാണാൻ പറ്റും, അതിൻ്റെ ഇരയെ വളരെ ദൂരെ നിന്ന് അതിന് കാണാൻ പറ്റും. അപ്പോൾ ആ കാണുമ്പോൾ തന്നെ എന്താണ് ചെയ്യുന്നത്? പറന്ന് വളരെ സ്പീഡിൽ പറന്ന് വന്ന് അതിനെ ഇങ്ങനെ ക്യാച്ച് ചെയ്ത് കൊണ്ടുപോവാണല്ലേ. അപ്പോൾ അങ്ങനെ പിടിക്കാൻ, ഗ്യാദർ ചെയ്യാനായിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതിൻ്റെ കാലുകളും നഖവും.
ഇനി ഹെർബിവോഴ്സിൻ്റെ നോക്കിക്കേ പറഞ്ഞിരിക്കുന്നത് ദ സ്ട്രക്ചർ ഓഫ് ദ ടീത്ത് ഓഫ് ഹെർബിവോഴ്സ് ഈസ് സ്യൂട്ടഡ് ടു ചൂ പ്ലാന്റ് പാർട്സ്. അതിൻ്റെ പല്ലിൻ്റെ ആകൃതി സ്ട്രക്ചർ ഈ പ്ലാന്റ്സ് ഇങ്ങനെ ചവച്ചരയ്ക്കാനായിട്ട് അവയെ സഹായിക്കുന്ന വിധത്തിലാണ്. അപ്പം രണ്ട് ടൈപ്പ് ഓഫ് ആനിമൽസിൻ്റെ നമ്മൾ കണ്ടു. ഇപ്പോൾ കാർണിവോഴ്സിന് നമ്മൾ പറഞ്ഞു ആനിമൽസ് ആണെങ്കിൽ അതിന് ഷാർപ്പ് നെയിൽസ് ഉണ്ട് അറ്റാക്ക് ചെയ്യാൻ. അതുപോലെ അതിൻ്റെ ടീത്ത് എന്ന് പറയുന്നത് പോയിൻറ്റഡ് ഷാർപ്പ് ടീത്താണ്. കാർണിവോ ബേർഡ്സ് ആണെങ്കിൽ അതിൻ്റെ ബീക്സ് വളരെ സ്ട്രോങ് ആൻഡ് ഷാർപ്പ് ആയിരിക്കും. ഇനി അതിൻ്റെ കാല് സ്ട്രോങ് ആയിരിക്കും. അതുപോലെ ബെൻഡ് ക്ലോസ് ഉണ്ട്, അതിന് കൂർത്ത് വളഞ്ഞ നഖങ്ങളുണ്ട്. അത് ഫുഡ് ഗ്യാദർ ചെയ്യാൻ സഹായിക്കും. അടുത്ത് നമ്മൾ പറഞ്ഞത് ഹെർബിവോഴ്സിനാണെങ്കിൽ അതിൻ്റെ ടീത്തിൻ്റെ സ്ട്രക്ചറാണ് പ്ലാന്റ്സ് ചൂ ചെയ്ത് കഴിക്കാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ പിടിക്കുക. അടുത്ത് നോക്കിക്കേ, മെനി ഫോംസ് വൺ ലൈഫ് ഒന്ന് വായിച്ച് നോക്കാം. മിത്ര വാസ് പ്ലേയിങ് ഇൻ ദി കോർട്ട്യാർഡ്. ദെയർ വാസ് സം ലൈറ്റ് യെല്ലോ പേർലി ഒബ്ജക്ട്സ് ഇൻ എ പ്ലാന്റ്. മിത്ര കോൾ ഹർ മദർ ലുക്ക്ഡ് അറ്റ് ദ ലീവ്സ്. അപ്പം മിത്ര കളിച്ചുകൊണ്ടിരുന്നപ്പം അവിടെ ഒരു ഇലയിൽ ലൈറ്റ് യെല്ലോ കളറിലെ ചെറിയ മുത്ത് പോലുള്ള എന്തോ ഇരിക്കുന്നു. അപ്പം മിത്ര എന്ത് ചെയ്തു, അവളുടെ അമ്മയെ വിളിച്ചു. അമ്മ എന്താ പറഞ്ഞത്? These are the eggs of a butterfly, dear. She waited eagerly to see the butterfly coming out of the egg. അപ്പം എന്തിൻ്റെ എഗ്ഗാണത്? ബട്ടർഫ്ലൈ, പൂമ്പാറ്റയുടെ എഗ്സ് ആണ് അത്. അപ്പം മിത്ര വളരെ ഈഗർലി ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ബട്ടർഫ്ലൈ വരുന്നതും കാത്തല്ലേ. വാട്ട് എ സർപ്രൈസ്, ഷീ സോ ഓൺലി വോംസ്. പക്ഷെ എന്താണ് കണ്ടത്? അവൾ പുഴുക്കളെയാണ് കണ്ടത്. മോം, അത് റിയലി നോട്ട് ദി എഗ്സ് ഓഫ് ദി ബട്ടർഫ്ലൈസ്. അപ്പം മിത്രയ്ക്കൊരു സംശയം വന്നു. മിത്ര അമ്മയോട് ചോദിച്ചു, അത് ശരിക്കും ബട്ടർഫ്ലൈസിൻ്റെ എഗ്ഗ് തന്നെ അല്ലേ? ദീസ് വോംസ് വിൽ ബിക്കം ബട്ടർഫ്ലൈസ് ഡിയർ, ഇറ്റ്സ് കോൾഡ് ലാവ. അപ്പം ഇതാണ് ബട്ടർഫ്ലൈ ആയി മാറുന്നത് അവളുടെ അമ്മ പറഞ്ഞു. അപ്പം ഈ വോംസ് ആയിട്ട് വന്നതിന് എന്താണ് പേര് പറയുന്നത്? ലാർവ. എന്താണ് പേര് പറയുന്നത്? ലാർവ. Mitra became curious. She took photos of the changes happening to the worm in the following days. So Mitra എന്ത് ചെയ്തു? അവൾ ഈ വോംസിന് വരുന്ന ചേഞ്ചസ് ഒരു ഫോട്ടോ എടുത്തു വെച്ചു. അവയ്ക്കെല്ലാം വരുന്ന മാറ്റങ്ങൾ അറിയാനായിട്ട് അവൾ എന്ത് ചെയ്തു? ഫോട്ടോ എടുത്ത് വെച്ചു. അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് എന്താണ് അവിടെ ഉള്ളത്? എഗ്ഗ് ആണല്ലേ. ഫസ്റ്റ് എന്താണ് അവൾ കണ്ടത്? എഗ്ഗ്. നമുക്കവിടെ എഴുതാം. ഇപ്പോൾ ഫസ്റ്റ് എഗ്ഗ് ആയിരുന്നു. ഈ എഗ്ഗ് എന്തായിട്ട് മാറി? ആദ്യം എന്താണ് വരുന്നത്? ബട്ടർഫ്ലൈ ഇലയിൽ എഗ്ഗ് ഇടും അല്ലേ. ഇലയിൽ എഗ്ഗ് ഇട്ടിട്ട് ആ എഗ്ഗ് എന്തായിട്ട് മാറും? വേംസ് അല്ലേ. ലാർവ മുട്ടയിൽ നിന്ന് എന്ത് പുറത്ത് വരും? ലാർവ. എന്നിട്ട് ഈ ലാർവ എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമോ? ലാർവ അതിന് ഭക്ഷണം കഴിക്കണം. അപ്പോൾ അതെന്ത് ചെയ്യും? അപ്പോൾ അത് വരുന്ന സമയത്ത് അതിൻ്റെ ചുറ്റുമുള്ള പ്ലാന്റ്സിനെയാണ് അതെന്ത് ചെയ്യുന്നത്? കഴിക്കാനായിട്ട് തുടങ്ങുന്നത്. പിന്നെ ഈ ലാർവ എന്ത് ചെയ്യും? അത് വളർന്ന് വലുതാകും. അപ്പം അത് വളർന്ന് വലുതായിട്ട് പിന്നെ അതെന്തായിട്ട് മാറും? അടുത്ത നിങ്ങൾ കണ്ടോ? പ്യൂപ്പ. കണ്ടോ? പ്യൂപ്പ. അപ്പോൾ ഈ ലാർവ വളർന്നു കഴിയുമ്പം പിന്നെ നമ്മൾ പറഞ്ഞു അത് ഭക്ഷണമൊക്കെ കഴിക്കുമെന്ന് പറഞ്ഞു. അത് ഭക്ഷണം പിന്നെ കഴിക്കത്തില്ല. ഒരു കവറിങ്, സ്വന്തമായിട്ടൊരു കവറിങ് ഉണ്ടാക്കും. ഇതാ നിങ്ങൾക്ക് ആ പിക്ചറിൽ കാണാൻ പറ്റും. ഒരു കവറിങ് പോലെ വന്നിട്ട് അതിൻ്റെ അകത്ത് ഇരിക്കും. അതിനെയാണ്, ആ ഒരു സ്റ്റേജിനാണ് നമ്മൾ പ്യൂപ്പ എന്ന് പറയുന്നത്. അപ്പോൾ ലാർവ എന്തായിട്ട് മാറും? പ്യൂപ്പയായിട്ട് മാറും. പിന്നെയാണ് അടുത്ത എന്താണ്? പ്യൂപ്പ പിന്നെ എന്തായിട്ട് മാറുന്നു? ബട്ടർഫ്ലൈ, ചിത്രശലഭമായിട്ട് മാറുന്നു. അപ്പം എഗ്ഗ് ഫസ്റ്റ് എന്താണ്? ബട്ടർഫ്ലൈ എഗ്ഗ് ഇടുന്നു. എഗ്ഗ് എന്തായി മാറും? ലാവ, പുഴുക്കളായിട്ട് മാറും. അവ പ്ലാന്റ്സ് ഒക്കെ കഴിക്കാൻ തുടങ്ങും. അത് കഴിയുമ്പോൾ പിന്നെ അതിനൊരു കവറിങ് ഉണ്ടാക്കി അത് ആ കവറിങ്ങിൻ്റെ അകത്തിരിക്കും. അതിനെ നമ്മൾ പ്യൂപ്പ എന്ന് പറയും. പിന്നെ ഈ പ്യൂപ്പ എന്തായിട്ട് മാറും? ബട്ടർഫ്ലൈ ആയിട്ട് മാറും. അപ്പോൾ ലാസ്റ്റ് ബട്ടർഫ്ലൈ എന്നുള്ളത് നമ്മൾ എഴുതിയപ്പം എഗ്, ലാവ, പ്യൂപ്പ, ബട്ടർഫ്ലൈ. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? കളർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ബട്ടർഫ്ലൈ എഗ്സ് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് പ്ലാന്റ്സ് ഒക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യാനായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത പേജിലേക്ക് വന്നേ. അവിടെ 2 ബട്ടർഫ്ലൈസിനെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൻ്റെ പ്രത്യേകത എന്താണ്? ആർ ദ ഡിസൈൻസ് ഓൺ ദ വിങ്സ് ദ സെയിം? വിങ്സിലെ ഡിസൈൻസ് സെയിം ആണോ? അല്ല, വ്യത്യാസം ഉണ്ടല്ലേ. ഹൗ അബൌട്ട് ദ ബട്ടർഫ്ലൈ ദാറ്റ് യു കളർ? നിങ്ങൾ നേരത്തെ കളർ ചെയ്ത് ബട്ടർഫ്ലൈയുടെയോ? അപ്പം അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? ഡു ദ വിങ്സ് ഓഫ് ഓൾ ബട്ടർഫ്ലൈസ് ലുക്ക് ലൈക്ക് ദിസ്? എല്ലാ ബട്ടർഫ്ലൈസിൻ്റെയും വിങ്സ് ഒരുപോലെയാണോ ഇരിക്കുന്നത്? ഇവിടെ താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്.
അവിടെ സ്കൂളിൽ ടീച്ചർ അവർക്ക് അവിടെ ഗാർഡൻ കാണാനായിട്ട് കുട്ടികളെല്ലാം ഇറക്കിയല്ലേ. അപ്പോൾ അവിടെ എന്തുണ്ട്, ബട്ടർഫ്ലൈസ് ഉണ്ട്. അപ്പോൾ ആ കുട്ടികൾ എന്താ പറയുന്നത്, ഈച്ച് ക്ലാസ് ഓഫ് ബട്ടർഫ്ലൈ ഈസ് ഗിവൺ നെയിംസ് ടു ഐഡൻറ്റിഫൈ ദം. ഓ ഡു ബട്ടർഫ്ലൈസ് ഹാവ് നെയിംസ് എന്ന് മറ്റേ കുട്ടി ചോദിക്കുകയാണ്. അതായത് ബട്ടർഫ്ലൈസിന് എന്തുണ്ട്, അവയ്ക്ക് പേരുണ്ട്. ഓക്കെ, ബട്ടർഫ്ലൈസിന് എന്തുണ്ട്, അവയ്ക്കും അതിൻ്റെ ഓരോ ക്ലാസ്സിന് എന്തുണ്ട്, പേരുകളുണ്ട്. അവിടെ ഒരു ബട്ടർഫ്ലൈയുടെ പേര് കൊടുത്തിട്ടുണ്ട് കണ്ടോ, കോമൺ ജെസിബൽ, അതുപോലെ കോമൺ ഗ്രാസിയല്ലോ, അങ്ങനെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അടുത്ത പേജിലേക്ക് വരുമ്പം നമുക്ക് ചില ബട്ടർഫ്ലൈസിൻ്റെ പേര് നമുക്കവിടെ കാണാൻ പറ്റും. അവിടെ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നുണ്ടോ, ദ ലാർജസ്റ്റ് ബട്ടർഫ്ലൈ ഇൻ കേരളം ഈസ് സദേൺ ബേർഡ് വിങ് ഗരുഡശലഭം ആൻഡ് ദ സ്മോളസ്റ്റ് ഈസ് ഗ്രാസ് ജുവൽ രത്നനീലി. അതായത് കേരളത്തിലെ ഏറ്റവും ലാർജസ്റ്റ് ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് ഏതാണ്, ഗരുഡശലഭം അല്ലെങ്കിൽ സദേൺ ബേർഡ് വിങ്. കണ്ടോ അവിടെ പിക്ചറിൽ കൊടുത്തേക്കുന്നത്. ഇനി സ്മോളസ്റ്റ് ചെറുത് ഏതാണ്, ചെറിയ ബട്ടർഫ്ലൈ ഏതാണ്, ഗ്രാസ് ജുവൽ അല്ലെങ്കിൽ രത്നനീലി. അടുത്തത് ദ ഒഫീഷ്യൽ ബട്ടർഫ്ലൈ ഓഫ് കേരളം ഈസ് മലബാർ ബാൻഡഡ് പീകോക്ക് ബുദ്ധമയൂരി. കണ്ടോ ആ പിക്ചറിലുള്ള, അതാണ് കേരളത്തിലെ ഔദ്യോഗിക ചിത്രശലഭം അല്ലെങ്കിൽ ഒഫീഷ്യൽ ബട്ടർഫ്ലൈ. കേരളത്തിലെ ഒഫീഷ്യൽ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് ഏതാണ്, ബുദ്ധമയൂരി. ഓക്കെ, മലബാർ ബാൻഡഡ് പീകോക്ക്. ഇനി നമുക്കിവിടെ നമ്മുടെ ചുറ്റുപാടും കോമൺ ആയിട്ട് കാണുന്ന ചില ബട്ടർഫ്ലൈസിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൊടുത്തേക്കുന്നുണ്ടോ, ഫസ്റ്റ് വൺ ഏതാണ്, ടോണി കോസ്റ്റർ, കോമൺ പെയ്റോട്ട്, ബ്ലൂ ടൈഗർ, ക്രിംസൺ റോസ്, ലെമൺ പാൻസി, കോമൺ മോമൺ. അപ്പം ഇവയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പൊതുവെ കാണുന്ന ചില ബട്ടർഫ്ലൈസ്. അപ്പോൾ ഈ പിക്ചറും അതുപോലെ അതിൻ്റെ പേരും നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത ബോക്സിലേക്ക് വന്നേ. ബട്ടർഫ്ലൈസ് ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ് ഇൻ 2 ways. 2 രീതിയിൽ ബട്ടർഫ്ലൈസ് പ്ലാന്റ്സിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്തിനൊക്കെയാണ്, ഒന്ന് ഫോർ ലേയിങ് എഗ്സ് മുട്ടയിടാനും, ആൻഡ് ഫോർ ഫുഡ് ആഹാരത്തിനും. ദ കോമൺ മെർമൺ ബട്ടർഫ്ലൈ യൂഷ്വലി ലേയ്സ് എഗ് ഓൺ ദി സിട്രസ് പ്ലാന്റ് ആൻഡ് ദ ഓറഞ്ച് ബെറി പ്ലാന്റ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കോമൺ മെർമൺ അല്ലേ, ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ ബ്ലാക്ക് കളറിലെ ഏറ്റവും ഉള്ള കോമൺ മെർമൺ ബട്ടർഫ്ലൈ എവിടെയാണ് അതിൻ്റെ എഗ്ഗ് ലേ ചെയ്യുന്നത്, മുട്ടയിടുന്നത്, ഒന്ന് സിട്രസ് പ്ലാന്റ് നാരകത്തിൽ, പിന്നെ അതുപോലെ പാണൽ ഓറഞ്ച് ബെറി പ്ലാന്റിലുമാണ്, അതിൻ്റെ ലീവ്സിലാണ് അത് എഗ്ഗ് ലേ ചെയ്യുന്നത്. ദർ ലാർവേ ഈ ദ ലീവ്സ് ഓഫ് ദിസ് പ്ലാന്റ്സ്. അപ്പം അതിൻ്റെ ലാർവേ എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ലാർവയായിട്ട് മാറുന്നത്, അതെന്ത് ചെയ്യും, അത് ഈ പ്ലാന്റ്സിൻ്റെ ഇല അങ്ങ് കഴിക്കും. വെൻ ദേ ബിക്കം ബട്ടർഫ്ലൈസ് ദേ ഫൈൻഡ് നെക്ടർ ഫ്രം ദ ഫ്ലവേഴ്സ് ഓഫ് ഹിബിസ്കസ്, വൈറ്റ് ഓർക്കിഡ് ട്രീ ആൻഡ് മോർണിംഗ് ബ്രീസ് പ്ലാന്റ്സ്. അപ്പോൾ അത് ബട്ടർഫ്ലൈസ് ആയി കഴിയുമ്പം അത് ഏതൊക്കെ പൂക്കളിൽ നിന്നാണ് നെക്ടർ കളക്ട് ചെയ്യുന്നത്, ഹിബിസ്കസ് ചെമ്പരത്തി, വൈറ്റ് ഓർക്കിഡ്, അതുപോലെ മോർണിംഗ് ബ്രീസ് പ്ലാന്റ്സ് എന്നൊക്കെയാണ് അത് അതിൻ്റെ നെക്ടർ കളക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് പേജിലേക്ക് വന്നേ. ഗ്രോ പ്ലാന്റ്സ് ലൈക്ക് പഗോഡ ഫ്ലവർ, കൃഷ്ണകിരീടം, റാറ്റിൽ വീഡ്, curry leaf plant, citrus, oleander that attract butterflies in your school's biodiversity garden. അതായത് ഏതൊക്കെ പ്ലാന്റ്സിലാണ്, കൃഷ്ണകിരീടം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, കൃഷ്ണകിരീടം, അതുപോലെ കിലുക്കി, റാറ്റിൽ വീഡ്, കറി ലീഫ്, സിട്രസ്, അരളി, ഇതൊക്കെ എന്താണ്, ബട്ടർഫ്ലൈസിനെ അട്രാക്റ്റ് ചെയ്യുന്ന, ആകർഷിക്കുന്ന പ്ലാന്റ്സുകളാണ്. അപ്പം ഇത് നിരീക്ഷിച്ചിട്ട് നിങ്ങളുടെ ഗാർഡനിൽ ഏതൊക്കെ ബട്ടർഫ്ലൈസ് ആണ് വരുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഹൗ മെനി വെറൈറ്റീസ് ഓഫ് ക്രീച്ചേഴ്സ് അറൗണ്ട് അസ്, വേർ ഡു ദേ ലിവ്. നമ്മുടെ ചുറ്റുപാടും എത്ര തരത്തിലുള്ള ജീവജാലങ്ങളാണല്ലേ ഉള്ളത് അല്ലേ. അപ്പം ഇതൊക്കെ എവിടെയാണ് ജീവിക്കുന്നത്, ഫോറസ്റ്റിലുണ്ടല്ലേ, കാട്ടിലുണ്ട്, റിവറിലുണ്ട്, പോണ്ടിലുണ്ട്, പിന്നെ എവിടെയൊക്കെയാണ്, മരങ്ങളിലുണ്ടല്ലേ, മരത്തിൽ ജീവിക്കും. പിന്നെ എവിടെയാണ്, നമുക്കൊന്ന് എഴുതാം. അപ്പോൾ അതവിടെ എഴുതി, ട്രീയിലുണ്ടല്ലേ. അപ്പോൾ ഫോറസ്റ്റ്, പോണ്ട്, റിവർ, ട്രീ, അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് പിക്ചറിൽ പറഞ്ഞ പോലെ ഫീൽഡ് അല്ലേ, പാടത്ത്, പിന്നെ പ്ലാന്റ്സിൽ, ഇവിടെയൊക്കെ പല ക്രീച്ചേഴ്സും ജീവിക്കുന്നുണ്ട്. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദേ ബിക്കം എക്സ്റ്റിങ്ക്റ്റ്, എന്നാൽ
ഇതൊക്കെ ഇല്ലാതായാൽ, ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ ഇല്ലാതെയായാൽ എന്ത് ചെയ്യും, എന്ത് സംഭവിക്കും? ദ എർത്ത് ബിലോങ്സ് ടു എവ്രി വൺ, ഡസൻറ്റ് ഇറ്റ്? ഭൂമി എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് അല്ലേ? വാട്ട് ക്യാൻ വി ഡു ടു പ്രൊട്ടക്ട് ദ സറൗണ്ടിങ്സ് വെയർ ദീസ് ക്രീച്ചേഴ്സ് ലീവ്? അപ്പം നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഒന്നെന്താണ്? ടു നോട്ട് ത്രോ വേസ്റ്റ്. നമ്മൾ എവിടെയും ഇടാനായിട്ട്, ചുമ്മാ ഇങ്ങനെ വലിച്ചെറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ കളയാനായിട്ട് പാടില്ല. പിന്നെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. പ്രൊട്ടക്റ്റ് ഫോറസ്റ്റ്, റിവേഴ്സ്. നമ്മുടെ വനങ്ങളും അതുപോലെ തന്നെ നദികളും ഒക്കെ എന്ത് ചെയ്യുക, നമ്മൾ സംരക്ഷിക്കുക. കാരണം അവിടെയൊക്കെ എന്തുണ്ട്, ഒരുപാട് ജീവജാലങ്ങൾ വസിക്കുന്നുണ്ടല്ലേ. പിന്നെ കീപ് നേച്ചർ ക്ലീൻ. എപ്പോഴും നമ്മുടെ പരിസരമൊക്കെ വൃത്തിയാക്കി ഇടുക. പ്ലാൻ മോർ ട്രീസ്. ഒരുപാട് ചെടികളും മരങ്ങളും ഒക്കെ നമ്മൾ നട്ട് പിടിപ്പിക്കുക. അങ്ങനെയാകുമ്പോൾ എന്താണ്, പല ക്രീച്ചേഴ്സിനും താമസിക്കാൻ ഒരു സ്ഥലം കിട്ടും അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർ താമസിക്കുന്ന ആ സ്ഥലങ്ങൾ, ആ ക്രീച്ചേഴ്സിന് ജീവിക്കാനുള്ള ഇടം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുണ്ടായിരുന്നത്. ഇനി അടുത്ത് വരുന്ന പോർഷൻ എന്ന് പറയുന്നത് ലെറ്റസ് അസസ് എന്നുള്ള പോർഷനാണ്. അവിടെ നമുക്ക് നമ്മുടെ വർക്ക്ഷീറ്റും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അത് കൂടാതെ ഈ പാഠത്തിലെ നോട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അടുത്ത ദിവസം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ എങ്ങനെയെങ്കിലും വീഡിയോസ് കൂടുതൽ ചെയ്യുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അതോടൊപ്പം നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ കൂടുതൽ പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഓർക്കണേ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ. താങ്ക് യു.